നമസ്തേ. ഇന്ന് ജൂൺ 21 ലോകമെമ്പാടും ഇൻ്റർനാഷണൽ യോഗ ഡേ ആയി ആചരിക്കുന്നു. ഞാൻ വിബിത കൃഷ്ണൻ, ആത്രയ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. മനസ്സിനെയും ശരീരത്തിനെയും ഏകീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ കൊല്ലവും ഇൻ്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു തീം അതിനുണ്ടാവും. ഈ 2024 ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ വിമൺ എംപവർമെൻ്റ് ആണ്. സമൂഹത്തിലെ ഓരോ സ്ത്രീകളുടെയും ശാരീരികവും മാനസികവും സ്പിരിച്വലും സോഷ്യലുമായിട്ടുള്ള എല്ലാ ഉന്നമനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഈ വർഷത്തെ തീം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമുക്ക് യോഗയുടെ കമ്പോണൻസിനെ കുറിച്ച് നോക്കാം. 3 തരത്തിലുള്ള കമ്പോണൻസ് ആണ് യോഗയിൽ ഉൾപ്പെടുന്നത്: ആസനാസ്, പ്രാണയാമ ആൻഡ് ധ്യാന. ആസന എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റിക്കും ഡൈനാമിക്കുമായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ പ്രാണയാമ ബോഡി മൂവ്മെൻറ്റ്സിനെയും നമ്മളുടെ മനസ്സിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ പ്രാണയാമ എന്നുകൊണ്ട് പറയുന്നത്. 3ാമത്തെ കമ്പോണൻ്റ് ആണ് ധ്യാന. ധ്യാന എന്നത് നമ്മുടെ ചിന്തകൾ, നമ്മുടെ തോട്ട് പ്രോസസ്സ്.